ആ മോടത്തെ മേൽ എന്തുള്ള നിങ്ങൾക്ക് ഗുന്തുണ്ടാ, ആ മോടത്തെ മേൽ എന്ത് ഉള്ള ഗുന്തുണ്ടാ. ഖാലു സുഹാബാക്കൾ ചൊന്നാറ് അല്ലാഹു വറസൂലുഹു അഅലം, അത് അള്ളാഹും അള്ളാഹുവിന്റെ റസൂലാണ് അറിഞ്ഞവൻ എന്ന് സുഹാബാക്കൾ പറഞ്ഞു. ഖാല, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫഇന്നഹാ സഖ്ഫും മഹ്ഫൂൽ, അത് ഒരു സുരക്ഷിതമാണ്, തട്ടാണ്, അഥവാ ആകാശമാണ്. ആ ആകാശത്ത് ഈ ഭൂമി ലോകത്തുള്ള അവന്റെ അടിമകൾക്ക് ജീവിക്കാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങള്, ഒരുപാട് റഹ്മത്തുകള് അള്ളാഹു തലച്ചൊരിക്കുന്നുണ്ട്. അതൊരു പന്തലാണ്. അള്ളാഹു സുരക്ഷിതമായിട്ട് അത് അപ്പുറ ഇപ്പുറ ആടാണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതിന്റെയും മീത്ത് എന്താണുള്ളത്? ഇത് ഒന്നാം ആകാശമാണുള്ളത്, അതിന്റെ മീത്ത് എന്താണ് ഉള്ളത്? ഹൽ തദറൂന മാ ഫൗക സാലിക, അതിന്റെ മേൽ എന്തോ ഉള്ളോ കേട്ടപ്പോ ഖാലു, അപ്പോഴും സുഹാബാക്കൾ പറഞ്ഞു അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹും അള്ളാഹുവിന്റെ റസൂലാണ്. ഖാല, അപ്പൊ മുത്തുനബി പറഞ്ഞു ഫഇന്ന ഫൗക സാലിക സമാഅൈനി, അതിന്റെ മേലെ ഉള്ളത് രണ്ടാം ആകാശമാണ്. അല്ലെ, നേരത്തെ പറഞ്ഞത് അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, ആകാശത്തെ 7 തട്ടുകളായിട്ട് അല്ലാഹു തആല പടച്ചു. അതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിന്റെ മേലെ ഉള്ളത് രണ്ടാം ആകാശമാണ്. അപ്പൊ ഞങ്ങൾ ഇത് ആകാശം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വെറുതെ അല്ല അല്ലാഹു തആല പറഞ്ഞത്. ആരാണ് ആ അല്ലാഹു? ഖലഖ സബ്അ സമാവാതിൻ തിബാഖ, ആകാശങ്ങളെ 7 തട്ടുകളായി പടച്ചവനാണ്. ആ ആകാശത്തിനെ കുറിച്ച് മുത്തുനബി പറയുന്നു അതിന്റെയും മേലുള്ള രണ്ടാം ആകാശമാണ്. അപ്പൊ ഒന്നാം ആകാശത്തിന്റെയും രണ്ടാം ആകാശത്തിനിടക്കുള്ള വഴിദൂരം എത്രയാണ്? ഈ ഭൂമിയിൽ നിന്നിട്ട് ഒന്നാം ആകാശത്തിലേക്കുള്ള വഴിദൂരം എത്രയാണ്? 500 കൊല്ലത്തിന്റെ വഴിദൂരമാണുള്ളത്. ആ 500 ഏത് കൊല്ലമാണത്? നടന്നു പോകുന്ന ദൂരമാ, അല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന ദൂരമാ, അല്ല ഇത് കാറ്റിന്റെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ദൂരമാ, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ദൂരമാ? അത് നമുക്കൊന്ന് അല്ലാഹുവാണ് പറഞ്ഞു. അല്ലാഹുവാണ് അലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒന്നാം ആകാശത്തിന്റെയും ഭൂമിന്റെയും ഒന്നാം ആകാശത്തിനിടയ്ക്ക് 500 കൊല്ലത്തെ വഴി ദൂരമുണ്ട്. ആ ഒന്നാം ആകാശത്തിന് രണ്ടാമത്തെ ആകാശത്തിലേക്ക് 500 കൊല്ലത്തിന്റെ വഴി ദൂരമുണ്ട്. ശാസ്ത്രം പഠിപ്പിക്കുന്നത് ആകാശം ഒന്നേ ഉള്ളതാണ്. അത് അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് നല്ലോണം മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 7 ആകാശമുണ്ട്. എന്നിട്ട് ഹദീസിൽ കൂടി മുത്തുനബി പഠിപ്പിച്ചു തരുന്നു ഭൂമിന്ന് ഒന്നാം ആകാശത്തിലേക്ക് 500 കൊല്ലത്തിൻ്റെത്, ഒന്നാം ആകാശത്തിന്റെ രണ്ടാം ആകാശത്തിലേക്ക് 500 കൊല്ലത്തിൻ്റെത്. പിന്നെയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു അതിന്റെയും മേലെ എന്താണ്? അപ്പോഴും സുഹാബാക്കൾ പറഞ്ഞു അല്ലാഹു വറസൂലു അലം. അപ്പോൾ മുത്തുനബി പറയുന്നു അതിന്റെ മേലുള്ള 3-ാം ആകാശമാണ്. അങ്ങനെ 4ഉം 5ഉം 6ഉം 7ഉം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഓരോ ആകാശത്തിനിടയ്ക്കുള്ള വഴിദൂരം 500 കൊല്ലത്തിന്റെ വഴിദൂരമാണ്. അത് എങ്ങനെയുള്ള വഴിദൂരമാണ്? കാലുകൊണ്ട് നടന്നു പോയാലുള്ള വഴിദൂരമാണോ, അല്ലെങ്കിൽ വാഹനത്തിൽ കയറി സ്പീഡിൽ പോകുമ്പോൾ ഉള്ള വഴിദൂരമാണോ, അല്ലെങ്കിൽ കാറ്റിന്റെ സ്പീഡിൽ വഴിദൂരമാണോ, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ വഴിദൂരമാണോ? അത് അല്ലാഹു അലം. അപ്പൊ ഓരോ ആകാശത്തിന്റെ ഇടയ്ക്ക് 500 കൊല്ലത്തിന്റെ വഴിദൂരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആകാശം പടച്ച, അത്രയും വിശാലമായ ആകാശം പടച്ചത് അല്ലാഹുവാണ്. അപ്പോഴാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ, ഞാൻ എന്റെ ശരീരത്തെ മുന്നിടിച്ചു, എന്താക്കി സമർപ്പിച്ചു ആരിലേക്ക്? ആകാശത്തെ പടച്ച അല്ലാഹു. ആ ആകാശത്തിന്റെ വിശാലതയും 7 ആകാശവും 7 ആകാശത്തിന്റെ മധ്യത്തുള്ള വഴിദൂരം മനസ്സിലാക്കിയാൽ ആ ആകാശത്തിന് പടച്ച റബ്ബിന്റെ ഖുദ്റത്ത് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു ഹൽ തദറൂന മല്ലദീ തഹ്തക, നിങ്ങളെ താഴ്ഭാഗത്തുള്ളത് എന്താണ് നിങ്ങൾക്കറിയുമോ? അത് ഭൂമിയാണ്. ഫഇന്നഹൽ അർളു, ഭൂമിയാണ്. അങ്ങനെ 7 ഭൂമിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. 7 ഭൂമിന്റെ ഇടയിലുള്ള മധ്യത്തിലുള്ള വഴിദൂരം 500 കൊല്ലത്തിൻ്റെതാണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ ഖുദ്റത്ത് എത്രയാണ്.
ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമി എന്നുള്ളത് ഒരു ബോളിനെ പോലെയാണ്, ഒരു കോളിലെ മുട്ടയെ പോലെയാണ്. എല്ലാ ഭാഗത്തും ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ഏത് ഭാഗത്ത് നോക്കിയാലും അവർക്ക് ആകാശം കാണുന്നുണ്ട്. അപ്പൊ എത്ര വിശാലതയാണ് ഈ ആകാശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ എന്താണ് ഈ ആകാശം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശത്തെ എങ്ങനെയാണ് നിർത്തിയത്? ഒരു തൂണും ഇല്ലാതെ, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന ഒരു തൂണും ഇല്ലാതെയാണ് ഈ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചത്. അല്ലേ? ഇന്നല്ലാഹ യുംസിക്കു സ്സമാവാതി വൽ അർള അൻ തസൂല വലഇൻ സാലത്താ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. മറ്റൊരു സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സൂറത്തുൽ ഫാത്തിർ. അള്ളാഹുവാണ് ആകാശത്തിനെയും ഭൂമിനെയും ഉണ്ടാക്കിയത്, പിടിച്ചു വെച്ചത്. അവന്റെ കുദ്റത്ത് കൊണ്ട് ആകാശത്തിനെയും ഭൂമിയെയും അത് നീങ്ങാതിരിക്കാൻ വേണ്ടി, അത് ആടാതിരിക്കാൻ വേണ്ടി, അത് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കുദ്റത്ത് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിടിച്ചു വെച്ചിട്ടുണ്ട്. എപ്പെങ്കിലും ആ ഭൂമിയോ ആകാശമോ അത് നീങ്ങിപ്പോയാൽ, ആടിപ്പോയാൽ അള്ളാഹു അല്ലാതെ പിന്നെ ആർക്കതിനെ പിടിച്ചു വെക്കാൻ സാധിക്കും? ഒന്ന് മനസ്സിലാക്കി. ഭൂമിയിൽ തൂണില്ലാതെ, മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, തൂണില്ലാതെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്ന തൂണ് എവിടെയും നമുക്ക് സാധ്യമല്ല. നമുക്ക് ചെറിയ ഒരു ദൊമ്പഴണമെങ്കിൽ അതൊക്കെ എന്ത് വേണം? കമ്പ വേണം, അല്ലെ? വേണ്ട. ഒരു ചെറുപ്പ് തുന്നണു അവന് ഒരു കൊട വെക്കണമെങ്കിൽ ഒരു കമ്പ വേണം. ഇത്രയും വിശാലമായിരിക്കുന്ന ആകാശത്ത് അള്ളാഹു എങ്ങനെയാണ് നിർത്തിരിച്ചത്? അത് മറ്റു സൂറത്തിൽ, മറ്റൊരു ആയത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ആയത്തിൽ നമുക്ക് പഠിപ്പിക്കുന്നത് ആകാശത്തിനെയും ഭൂമിനെയും അള്ളാഹു തല പടച്ചു, അത് നീങ്ങിപ്പോകാതിരിക്കാൻ തൊട്ട്, അതായത് അത് അപ്പുറം ഇപ്പുറം ആടിപ്പോകുന്നില്ല. ആ പിടിക്കവന്റെ കുതിരത്ത് കൊണ്ട് അത് നിർത്തിവെച്ചു. എവിടെയെങ്കിലും അത് അപ്പുറം ഇപ്പുറം ആയിപ്പോയാൽ അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ് അതിനെ പിടിച്ചു വെക്കുന്നത്? ഒരു ദിവസം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അല്ല ജിബ്രീലേ, യാ ജിബ്രീൽ, ഹൽ യഹ്നാമു റബ്ബുല്ലാഹ്, ഹൽ യഹ്നാമു റബ്ബുക, തങ്ങൾക്കുള്ള റബ്ബ് ഉറങ്ങുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഉദിച്ച ഒരു ചോദ്യമാണ്. ഹൽ യനാമു റബ്ബുക, ജിബ്രീലെ, പടച്ച റബ്ബ് ഉറങ്ങുന്നുണ്ടോ? ഫഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബ് ഇന്ന അബ്ദക മൂസ യസ്അലുക ഹൽ തനാമു. ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചു, നിന്റെ അടിമയാകുന്ന മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ഹൽ തനാമു, നീ ഉറങ്ങുന്നുണ്ടോ എന്ന്. ഫഖാല അല്ലാഹു യാ ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഖുല്ലഹു ഫൽയഖുദ് ബിയദിഹി ഖാറൂറതൈനി. മൂസാ നബി അലൈഹിസ്സലാമിനോട് പോയിട്ട് പറയും, രണ്ട് കുപ്പി, രണ്ട് ബാട്ടിൽ എന്താക്കട്ടെ, കയ്യിൽ പിടിക്കട്ടെ. എന്നിട്ട് വൽയഖും അൽ ജബലി മിൻ അവ്വൽ ലൈലി, ഒരു പർവ്വതത്തിലേക്ക്, ഒരു ഗുഡ്ഡക്ക് പോകും മൂസാ നബിയൊട്ടിಗೆ. ആ ഗുഡ്ഡക്ക് പോയിട്ട് സ്വബീത്തോളം രണ്ട് ബാട്ടിൽ കയ്യിൽ എന്താക്കട്ടെ, പിടിച്ചു വെക്കട്ടെ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഫഖാമ അലൽ ജബലി, ആ പർവ്വതത്തിൽ പോയിട്ട് നിന്നു. വഅഖദ ഖാറൂറതൈനി, രണ്ട് കുപ്പിയും പിടിച്ചൊരു ജാവു മൂസാ നബി അലൈഹി സ്വലാം ആ ഗുഡ്ഡനെ മേലെ നിന്നിട്ട് ഫസബറ, നല്ലോണം സബൂറാക്കിയിട്ട്, അങ്ങനെ ഫലമ്മാ കാന ആഖിറുൽ ലൈലി ഗലബതുഹു ഐനാഹു, ആ ജാവിന്റെ ലാസ്റ്റ് ആകുമ്പത്തേക്ക് കണ്ണൊന്നുണ്ടായി പോയിട്ട് ഉറങ്ങിപ്പോയിട്ട്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കണ്ണെന്തായിട്ട് വന്ന് ഉറങ്ങിപ്പോയിട്ട്, അങ്ങനെ ഉറങ്ങിയപ്പോൾ ആ രണ്ട് ബാട്ടിലും കീഴ് പോണിട്ട് പൊട്ടിപ്പോയിട്ട്. ഫഖാല, എന്നിട്ട് അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ജിബ്രീൽ, യാ ജിബ്രീൽ, കുപ്പി താൾ കീഴ് പോണിട്ടു, ആ രണ്ട് കുപ്പിയും പൊടിയായിട്ട് പോയത്. അപ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കാൻ പറഞ്ഞു, ഖുൽ ലി അബ്ദി, എന്റെ അടിമയാകുന്ന മൂസാ നബിയോട് ചോദിക്ക്, ഇന്നി ലൗ നിംതു, ഞാൻ ഉറങ്ങിപ്പോയാൽ, ഞാൻ ഉറങ്ങുക എന്നുള്ള സിഫത്ത് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ ആകാശം എന്തായിത്തീരും? ഈ ആകാശം എന്തായിത്തീരും? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ രണ്ട് കുപ്പി കൊടുത്ത് അവന് ഒരു പർവ്വതത്തിന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി.
ആ ഉറങ്ങിയ സമയത്ത് ആ രണ്ട് കുപ്പിയും വീണ് അതാ പൊടിയായിപ്പോയി. അതേ സമയത്ത് ഞാൻ ഉറങ്ങുകയാണെങ്കിൽ, എനിക്ക് ഉറങ്ങുക എന്നുള്ള സിഫത്തുണ്ട് ഉണ്ടെങ്കിൽ ഈ ആകാശത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അള്ളാഹുവിന്റെ കുദ്റത്ത്, ആ റബ്ബിന്റെ കുദ്റത്ത് നാം എന്താക്കണം, മനസ്സിലാക്കണം. അപ്പോ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, അള്ളാഹുവാണ് അതിനെന്താക്കിയത്, പിടിച്ചു നിർത്തിയത്. അള്ളാഹുവാണ്, ഒരു തൂണുമില്ലാതെ ഒന്നുമില്ലാതെ അള്ളാഹു തആല പിടിച്ചു നിർത്തി. അതേപോലെ മറ്റൊരു സൂറത്തിൽ നമുക്ക് കാണാം, അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി, ഭൂമിയിൽ ഉള്ള ഒന്നിനെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ട് അത് മുഴുവനും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. അതേപോലെ വൽ ഫുൽക തജ്രി ഫിൽ ബഹരി, കടലിൽ യാത്ര ചെയ്യാനുള്ള ആ കപ്പലിന് നിങ്ങൾക്ക് വേണ്ടതുപോലെ സൗകര്യം ചെയ്തു തന്നു. വയുംസിക്കു സബാഅ അൻ തഖഅ അലൽ അർളി ഇല്ലാ ബിഇദ്നിഹി ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. പരിശുദ്ധമായ ഖുർആനിലെ മറ്റൊരു ആയത്താണ്, ഭൂമിയിലുള്ള മൃഗങ്ങളെയും ഭൂമിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടതുപോലെ സൗകര്യപ്പെടുത്തി തന്ന അള്ളാഹു. അതേപോലെ കടലിൽ യാത്ര ചെയ്യാനുള്ള ആ കപ്പല് അതിനെ വേണ്ടതുപോലെ സൗകര്യം ചെയ്ത അള്ളാഹു. ആ റബ്ബാണ് ആകാശത്തിനെ പൊളിച്ചു വെച്ചത്, നിങ്ങളെ മേലെ വീതാതെ ആ റബ്ബിന്റെ കുദ്റത്ത് കൊണ്ട് അവൻ പൊളിച്ചു വെച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും 1-2 ആയത്തുണ്ട്. അർഹമുർ-റഹീമായ അള്ളാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. അവന്റെ ഖുദ്റത്ത് കൊണ്ട് വിശ്വസിച്ച് നല്ലവരായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനേ.